എം.ആർ. അജിത് കുമാറിനെതിരെ ഇന്നും പി.വി. അൻവർ എം.എൽ.എ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കവടിയാറിൽ അനധികൃതമായി ഭൂമി സ്വന്തമാക്കിയിട്ടുണ്ട്. എവിടെ നിന്നാണ് അതിനുള്ള വരുമാനം, പണം എവിടെ നിന്നാണ് എം.ആർ. അജിത് കുമാറിന് ADGPക്ക് ലഭിച്ചത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് കവടിയാർ കൊട്ടാരത്തിന് സമീപം MA യൂസഫ് അലി വീട് വയ്ക്കുന്നതിന് സമീപത്തായി അദ്ദേഹത്തിൻ്റെയും ബന്ധുവിൻ്റെയും പേരിൽ 25ഓളം സെന്റ് സ്ഥലമുണ്ട് എന്ന് പി.വി. അൻവർ ആരോപണം ഉന്നയിച്ചത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. പ്രശാന്ത് കൃഷ്ണയായിരുന്നു. പ്രശാന്ത്, ഒരു 10,000-ഓ 15,000-ഓ 20,000-ഓ സ്ക്വയർ ഫീറ്റ് വരുന്ന അത്യാഡംബര വീട്, കൊട്ടാര സമാനമായ വീടുൾപ്പെടെ എങ്ങനെയാണ് നിർമ്മിക്കാൻ വരുമാനമെന്ന അജിത് കുമാറിനോടുള്ള ചോദ്യമാണ് അൻവർ നേരത്തെ ഉന്നയിച്ചത്. ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? കവടിയാർ കൊട്ടാരത്തിന്റെ പിൻഭാഗം, അതായത് രതീഷിന് അറിയാം, ഈ ഗോൾഫ് ക്ലബിന്റെ സൈഡ് വശത്തൂടുള്ള വഴി, അതാണ് കവടിയാർ പാലസ് അവന്യൂ എന്ന റോഡ്. ഈ റോഡിലാണ് നേരത്തെ പി.വി. അൻവർ പറഞ്ഞത് പ്രകാരമുള്ള ADGPയുടെ എം.ആർ. അജിത് കുമാറിന്റെ ഈ വീട് നിർമ്മാണം നടക്കുന്നത്. വലിയൊരു മണിമാളിക പണിയുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണം തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. കാരണം ബീമെല്ലാം അടിച്ച് ഭൂമിക്കടിയിൽ നിന്ന് പില്ലറുകൾ കയറ്റി ഉള്ള വലിയ നിർമ്മാണം നടക്കുകയാണ്. നേരത്തെ 10 സെന്റിലധികം വരുന്ന ഭൂമിയാണിത്. 10 സെന്റാണെന്നാണ് നമുക്ക് ഇതിന്റെ കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഗരത്തിന്റെ കണ്ണായ പ്രദേശം, കോടികൾ വിലമതിക്കുന്ന പ്രദേശം തന്നെയാണ്. അവിടെയാണ് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു വീട് പണിയുന്നതിന് വേണ്ടിയുള്ള ബീമുകൾ പണിഞ്ഞുകൊണ്ടുള്ള നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതിനുള്ള തൊഴിലാളികളെ കാണുന്നില്ല. പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔട്ട് ഹൗസ് നിർമ്മിച്ചിട്ടുണ്ട്. ആ ഔട്ട് ഹൗസിൽ ഈ വീടിൻ്റെ പ്ലാൻ എന്താണ് എന്നത് കൃത്യമായി കാണിക്കുന്നുമുണ്ട്. എനിക്ക് നമ്മുടെ ക്യാമറമാൻ സുജിത്തിനോട് അങ്ങോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് ആ പ്ലാൻ കാണിക്കാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന ഒരു സാധാരണ വീട് പണിയുന്ന രീതിയിലല്ല, അതായത് വലിയൊരു മണിമാളിക പണിയുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളോടെ തന്നെയാണ് ഈ നിർമ്മാണം ഇവിടെ നടക്കുന്നത്. കാരണം ഒട്ടേറെ ബീമുകൾ അടിയിൽ നിന്ന് കെട്ടിപ്പോക്കി ഉള്ള ഒരു പ്രവൃത്തിയിലെ ഘട്ടത്തിലേക്ക് ഇത് എത്തിയിരിക്കുന്നു. അതായത് കോടികൾ ചെലവഴിച്ച് മാത്രമേ ഇത്തരത്തിൽ നിർമ്മാണം നടത്താൻ സാധിക്കൂ എന്നതാണ്. അതിനുവേണ്ടിയുള്ള അടിത്തറ ഒരുക്കലാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ. ആ ഒരു സ്റ്റേജിലേക്ക് ആയിട്ടേ ഉള്ളൂ. കാരണം ഒരു ബേസ്മെന്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അത് തന്നെ കോടികൾ മുടക്കിയിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഈ വീടിന്റെ പ്ലാൻ ഏത് രീതിയിലായിരിക്കും എന്നത് നമുക്ക് കാണിക്കാൻ സാധിക്കും. അതായത് ഈ അൻവർ ഉന്നയിച്ചത് ആ പ്ലാൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് പ്രേക്ഷകരെ കാണിക്കാം. അൻവർ ഈ വലിയ പോലീസ് ഉദ്യോഗസ്ഥനെ, പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാണ് വലിയ മണിമാളിക പണിയുന്നു എന്നത് വിശദീകരിച്ചത്. ഏറെക്കുറെ അത് ബോധ്യപ്പെടുന്നതാണ്. പ്രശാന്ത്, അവിടെ എത്തിയെങ്കിൽ ഇതാണ് വീടിന്റെ പ്ലാൻ. നമുക്ക് സൂം ചെയ്ത് തന്നെ കാണിക്കാൻ സാധിക്കും. ഇത് നിർമ്മിക്കുന്നത് സിറിയ ആർക്കിടെക്ട് എന്ന ഒരു സ്ഥാപനമാണ്. സൗത്ത് ഈസ്റ്റ് എലിവേഷൻ ഏത് രീതിയിലാണ്, അതായത് തെക്ക് കിഴക്ക് ഭാഗത്തെ വീടിന്റെ രൂപം ഏത് രീതിയിലാണ് എന്നത് ആണ് ഈ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത്. വീട് ഏത് രീതിയിലാണ് എന്നത് അതിന്റെ അടുത്ത ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് ഒരു ചെറിയ വീടല്ല എന്നത് അൻവർ പറഞ്ഞത് പ്രകാരം പോലെ തന്നെ ഇതൊരു കോടികൾ ഇറക്കിക്കൊണ്ടുള്ള കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മാത്രമേ ഇത്തരത്തിലൊരു വീട് നിർമ്മിക്കാൻ സാധിക്കൂ. അതായത് ഒരു സംസ്ഥാനത്തെ ഒരു ADGPക്ക് ഇതുപോലെ തിരുവനന്തപുരം നഗരത്തിലെ കണ്ണായ പ്രദേശത്ത് കോടികൾ വേണം ഈ ഭൂമി വാങ്ങാൻ തന്നെ. ഇവിടെ ഇത്തരമൊരു നിർമ്മാണ പ്രവൃത്തി നടത്താൻ എത്ര കോടി ഇറക്കേണ്ടി വരും എന്ന കാര്യം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. അപ്പോൾ നേരത്തെ പി.വി. അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപിക്കുന്നത് ADGPക്ക് സ്വർണം പൊട്ടിക്കൽ സംഘവുമായുള്ള ബന്ധം, വഴിവിട്ട ബന്ധങ്ങൾ, അഴിമതി ആരോപണം അടക്കമാണ് പി.വി. അൻവർ ഉന്നയിക്കുന്നത്. അതുമായി ചേർത്താണ് പി.വി. അൻവർ ഇപ്പോൾ ഈ ADGPയുടെ വീട് നിർമ്മാണം, തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമായ ഗോൾഫ് ലിങ്സിനടുത്ത് ഉള്ള കൂറ്റൻ മണിമാളിക നിർമ്മിക്കുന്നതിനുള്ള വീട് നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. തൊട്ട് പിന്നാലെ തന്നെ മാതൃഭൂമി ന്യൂസ് സംഘം ഇവിടെ എത്തുകയും ആ വീട് നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമാണല്ലോ ഇത്തരം അന്വേഷണങ്ങൾ അനിവാര്യമായി. കാരണം സംസ്ഥാനത്തെ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP അദ്ദേഹം വഴിവിട്ട നിലയിൽ പണമുണ്ടാക്കിയെങ്കിൽ, സ്വർണം പൊട്ടിക്കൽ സംഘവുമായും മറ്റും ഉൾപ്പെടെ ബന്ധമുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് വരുമാന സ്രോതസ് എന്താണ് എന്നത് സർക്കാരും ആ ഉദ്യോഗസ്ഥനുമൊക്കെ പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ അൻവർ പറഞ്ഞതിനെ എല്ലാം ശരിവെക്കുന്ന തരത്തിൽ അവിടെ വലിയ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. ലക്ഷങ്ങൾ വിലയുള്ള, മോഹവില എന്ന് പറയാൻ കഴിയുന്ന അത്രയും വിലയുള്ളൊരു സ്ഥലമല്ലേ അത്?